ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മുട്ടക്കുറുമക്കറി ആയാലോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇഷ്ടുക്കറി എന്നും പറയും കേട്ടോ. ഈ സ്റ്റൂ കറിക്ക് ഞാൻ അതിന് തേങ്ങയുടെ രണ്ടാം പാലും ആദ്യ പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ്, സവാള, ആവശ്യത്തിന് കോളിഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർത്തതിന് ശേഷം നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം പച്ചമുളകും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും നന്നായൊന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലില്ല. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പും ചേർത്ത് നമ്മൾ കുക്കർ മൂടി വെച്ച് ഒറ്റ വിസിൽ വരെ വേവിച്ചെടുക്കാം. ആവി പോയതിന് ശേഷം തുറന്നു നോക്കി ഉരുളക്കിഴങ്ങെല്ലാം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് കറിക്ക് കുറച്ച് കട്ടി കൂടും കേട്ടോ. ആവശ്യത്തിന് കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ സൈഡൊക്കെ ഒന്ന് ചെറുതായി കത്തി കൊണ്ട് വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള കറിവേപ്പില മൊത്തം ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ നല്ല അടിപൊളി കുറുകിയ മുട്ടക്കറി കിട്ടും. പത്തിരിയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാം സെറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്.